ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ പരിപാടി ചെറിയൊരു സ്ക്രീൻ ഷെയറിംഗ് ആണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില ഫോട്ടോസ് വീഡിയോസ് കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഇന്ന് പേരൊന്നും പറയണമെന്നില്ല, നിങ്ങളെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കണ്ടത് എന്താണോ, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ പറഞ്ഞു തരണം. അതാണ്. പഴയ ആളുകൾ നിർബന്ധമായിട്ടും പറയണമെന്ന് ഇല്ല. ഓക്കെ, തുടങ്ങിക്കോട്ടെ. കുറെ സാധനങ്ങളോടെ വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ പരിപാടി. ഒന്നാമത്തത്, മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞോളൂ, എന്തായി കാണണമെന്ന് പറഞ്ഞത്? അടുത്ത ആള് മറ്റെല്ലാം പറയാനെങ്കിൽ പറയണം. ഓ, ചേര. ഇതിനെ പിടിക്കാൻ കഴിയില്ല നമുക്ക്. അതെന്ത് ചോദ്യം അല്ലേ? പിടിക്കാൻ കഴിയുന്നുണ്ടോന്ന് ചോദ്യം. പേടിയായി, കണ്ടതിന് പേടിക്കാറി. സംഭവം ഇത് ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യനെ സഹായിക്കുന്ന ജീവിയാണ് കേട്ടോ. പക്ഷെ നമുക്കത് പറയൂല. ഇതുവനെയോ ഇത് മൂർഖന്. മൂർഖൻ. ഇവനെ കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഓ, അത് വിഷമുള്ള പാമ്പാണല്ലോ. വിഷമുള്ള പാമ്പാണ്. കാണുമ്പോ തന്നെ പേടിയുണ്ടോ? അത്യാവശ്യം പേടിയുണ്ട്. ഓ, സൈഡിൽ കൂടി അല്ല പോണോ, നമ്മൾ നേരെ വരുന്നില്ലല്ലോ. പിന്നെ ഇത് കണ്ടിട്ട് എന്താ തോന്നണേ? APJ അബ്ദുൽ കലാം അല്ലേ? കലാം. എന്നാ ഇനി ഓരോ ആളുകളും പറയണേ ഈ കാണുന്ന സാധനം. ഞാനൊന്ന് തൽക്കാലം സ്ക്രീൻ ഷെയർ നിർത്തുകയാണ്. കാറ് കാണുന്നുണ്ടല്ലോ. കാറിനെ കുറിച്ച് എനിക്ക് ഓരോ ആളുകളോടും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓരോ ആളുകളും പറയണേ. ഞാൻ പേര് വിളിക്കാം, അവരെന്നോട് മറുപടി തന്നാൽ മതി. ഓക്കെ, ഒന്ന് അബ്ദുൽ സമദ് വാഫി, നിങ്ങൾ തുടങ്ങി. നേരത്തെ കണ്ട കാറിനെ കുറിച്ചാണ് പറയണേ. നേരത്തെ കണ്ട കാറ് ബെൻസ് ആണ്. മതി, ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത ആൾ അബ്ദുള്ള, ഫരീദ് ബാനു, തുടങ്ങിക്കോളെ. ഹഫ്സത്ത്, ഒരു ബ്ലൂ കാർ കണ്ടു. ഒരു ബ്ലൂ കാർ. ഓക്കെ, ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കല്ലേ. ഓക്കെ, താങ്ക് യു. രണ്ടുപേര് പറഞ്ഞു. ഹഫ്സത്ത്, ലില്ലി ടീച്ചർ. ലില്ലി ടീച്ചർക്ക് വരുന്നുണ്ടല്ലേ? ഓക്കെ, ഞാൻ ഇനി പേര് പഠിച്ച ഹഫ്സത്തിന്റെ പറഞ്ഞ കേട്ടില്ല. എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല. ഹീറോ. അത് കയറിയാലും മുന്നൊന്ന് ഇറങ്ങിയാലൊക്കെ നമ്മൾ അറിയാണ്ട ഒരു ഹീറോ ആയി മാറും. വെരി ഗുഡ്, നല്ല സ്റ്റേറ്റ്മെന്റ്. അടുത്തൊരാൾ, ഞാൻ പേര് വായിക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി. നല്ല നീല അടിപൊളി ഒരു കാറ്. അടിപൊളി കാറ്. സേഫ് ആയിട്ടുള്ള ഒരു വണ്ടി. നമ്മുടെ സേഫ്റ്റി, അതിന് ഫുൾ പ്രിഫറൻസ് കൊടുക്കുന്ന വണ്ടി. വെരി ഗുഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്. അടുത്തൊരാൾ, വില കൂടിയ വണ്ടി. അതിനേക്കാൾ വില കൂടിയ വണ്ടികളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കൂടിയ വണ്ടി. ഇനി ഇവരൊന്നും പറയാത്ത സ്റ്റേറ്റ്മെന്റ് പറയാൻ ഇനി നാസറ ടീച്ചറെയും രാജമാഷൊക്കെ ക്ഷണിക്കുകയാണ്. ലില്ലി ടീച്ചറെ. 4 ചക്രമുള്ള വാഹനം. 4 ചക്രമുള്ള വാഹനം. വെരി ഗുഡ്. ഞാൻ യാത്രയിലാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓ, നോ പ്രോബ്ലം. അപ്പൊ എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? വെരി ഗുഡ്, താങ്ക് യു. ഞാൻ വൈകിയ കേറിയത്, അതുകൊണ്ട് തുടക്കം കേട്ടില്ല. നോ പ്രോബ്ലം. ഞങ്ങളൊരു കാറിനെ നിങ്ങളെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. കാർ ഇതാണ് കാറ്. ഇതിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. എല്ലാവരും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല ഭംഗിയുള്ള കാറ്. വെരി ഗുഡ്, താങ്ക് യു.
അപ്പോ ഒരേ ഒരു സാധനത്തിന് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ പറയാൻ കഴിയുന്നുണ്ട്. ഉണ്ട്. അതാണ് പോയിന്റ്. ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ച് ഈ കാണുന്നതിനെ കുറിച്ച്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാൾ പറഞ്ഞത് അടുത്ത ആൾ പറയരുത്. വയനാട് ദുരന്തത്തിന്റെ കാഴ്ച. വയനാട് ദുരന്തം. വെരി ഗുഡ്. അടുത്തൊരാൾ. മൊത്തം പാളിപ്പോയ ഒരു സുപ്രഭാതത്തിൽ ഒരു കിനാവില് പോലും കാണാത്ത ഉറങ്ങി എണീറ്റപ്പം കണ്ട ഒരു ദുരന്തത്തിന്റെ ബാക്കി പത്രം അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല സ്റ്റേറ്റ്മെന്റ്. അടുത്തൊരാൾ. കാണുമ്പോ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. കേട്ടില്ല ഒന്നും കൂടെ. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ഇതൊക്കെ കാണുമ്പോ. അത് കാണുമ്പോഴേ നമ്മളൊരു ഭാഗ്യവാനാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലേ. ദുരന്തങ്ങൾ അവിടെ വരുമ്പോ അവർക്ക് വേണ്ടി നമ്മളും കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. ഒരുപാട് കണ്ണീര് നമ്മൾ ഒഴുക്കിക്കാണ്. വർഷം കഴിയുമ്പോ ഇപ്പോഴും അവരൊക്കെ എത്രത്തോളം ഉഷാറായെങ്കിലും നമ്മളിപ്പോഴും അതിൽ നിന്നും റിക്കവർ ആയില്ല. അവർ തന്നെ റിക്കവർ ആയോ നമുക്കും അറിയില്ല. വെരി ഗുഡ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒറ്റ നിമിഷം പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുക. പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഇതിൽ റാഷിദ് ആരോന്ന് സംസാരിച്ച പോലെ തോന്നി. അതെ, നല്ല വാക്ക്. ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാ പ്രതീക്ഷകളും എല്ലാ ചിന്തകളും എല്ലാം നഷ്ടപ്പെട്ടു പോയ വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല വാക്ക്. കാരണം ഒരു ദിവസം അല്ലെ ഒരു മാസം 10-50 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ ജനങ്ങൾ കൊടുത്ത ഓട്ടോയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ നിമിഷം കൊണ്ട് ജീവിതത്തിന്റെ എല്ലാം മാറ്റിമറിച്ചൊരു സംഭവമാണ്. പല ആളുകളുടെയും ഒരുപാട് ആളുകളുണ്ട് അല്ലെ. പിന്നെ ആ ആളുകളെ കാണുന്നത് നമ്മള് കഷ്ടമായിട്ടൊക്കെയാണ്. അതെ, പല ആളുകളുടെയും അഡ്രസ് ആരാണ്, ജാതി ഇല്ല, മതമില്ല, ഒന്നുമില്ല. നമ്മളാണ് ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ജാതി വേണം, മതം വേണം, വിഭാഗം വേണം. പിന്നെ ഇതിലൊന്നും ആവശ്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാത്തിന്റെ ഒരു ഉദാഹരണമാണ്. എല്ലാത്തിനും ഉദാഹരണമാണ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മൾ വല്ല കാരണക്കാരാണോ എന്നതാണ്. നമ്മൾ കാരണക്കാരാണോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കുന്ന ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. വെരി വെരി ഗുഡ്. ഇനി ആരും പറയാൻ ബാക്കിയില്ല എന്ന് കരുതുന്നു. ഒരാളും കൂടെ ഉണ്ട്. അവര് എന്നാ പറയട്ടെ. അവരെന്തോ ഭയപ്പെട്ടിരിക്കുകയാണ്. പ്രകൃതി സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നുള്ള ഒരു ചിന്ത. നമുക്ക് ദൈവത്തിലേക്കുള്ള ഒരു സൂചന തരുന്നുണ്ട്. നമ്മൾ നിസ്സാരക്കാരനാണെന്ന് തിരിച്ചറിയുന്നുണ്ട് അല്ലെ. ഒരു വെള്ളത്തെ പോലും തടഞ്ഞു നിർത്താൻ മനുഷ്യ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന രീതി അർത്ഥം വെച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ കാണുന്നത് എന്താ അറിയാം? പച്ചയായ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ. വെരി ഗുഡ്, വെരി ഗുഡ്. പച്ചയായ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയുടെ ചിത്രമാണ് അത് കണ്ടത് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. നല്ല നല്ല സ്റ്റേറ്റ്മെന്റുകളാണ് ഓരോരുത്തരും പറഞ്ഞത്. ഇനി ഇതെന്താന്ന് പറയാമോ? കേരളത്തിന്റെ ഭൂപടം. കേരളത്തിന്റെ ഭൂപടം. ഇത് കേരളമാണോ? കേരളം അറബിക്കടലൊക്കെ ഉണ്ട്. അറബിക്കടൽ ഇപ്പുറത്തുണ്ട്, തമിഴ്നാട് അപ്പുറത്തുണ്ട്, കർണാടക കൂടെ കാണുന്നുണ്ട്, മേലെ കേരള എഴുതി കാണുന്നുണ്ട്, ഇന്ത്യ കാണുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഇത് കേരളമാണോന്നാ? ഇതെന്ത് ചോദ്യാണല്ലേ? കേരളത്തിന്റെ മാപ്പാണ്, അല്ലാതെ ഇതെന്തല്ല കേരളത്തിന്റെ ഭൂപ്രദേശമല്ല. അല്ല അങ്ങനല്ലേ? അപ്പൊ നമ്മൾ ആദ്യം വരികയാണ്, ഇത് പാമ്പാണോ? അതൊരു പാമ്പിന്റെ ചിത്രമാണ്. ചിത്രമാണ്. പക്ഷെ എന്നിട്ടും ചിത്രം കണ്ടിട്ടും നമ്മളിൽ പല ആളുകൾക്കും മനസ്സിലായില്ല.
പല ഭയം പല വന്നു. രൂപത്തിലുള്ള മറുപടി വന്നു, ഭയം വന്നു. അല്ലേ? മാർബിളിൽ കിടക്കുന്ന പാമ്പിന്റെ ചേരയുടെ ഫോട്ടോ കണ്ടിട്ട് നമുക്ക് തോന്നിയത് എന്താ? നമുക്ക് ഭയം വന്നിട്ടുണ്ട്. കാട്ടിലുള്ള ചേരല്ല, അതെ. ഇവനെ കണ്ടിട്ട് നമുക്ക് ഭയം വന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്? ചിത്രം പാമ്പാണോ? മാത്രം. ചിത്രം ചിത്രം മാത്രമാണ്. തീർച്ചയായിട്ടും. ഇത് കലാമാണോ? കലാം സാറിന്റെ അബ്ദുൽ കലാമാണോ? ചിത്രമാണ്, ചിത്രമാണ്, ചിത്രമാണ്. ഇത് കാറാണോ? എല്ലാവരും കാറിന്റെ ചിത്രം. ചിത്രമാണ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ ആലോചിച്ച് നോക്കിയേ, ഈ ദുരന്തം കണ്ടപ്പോ ആ ദുരന്തത്തിന്റെ ചിത്രമാണ്. പക്ഷേ ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ മനസ്സിന്റെ ഘട്ടങ്ങൾ എല്ലാം മാറിയില്ലേ? ഇത് ഇന്ത്യ ആണെന്ന് വെച്ചാൽ ദുരന്തത്തിന്റെ ഇന്ത്യ എല്ലാ അല്ല. ഓർമ്മകളും വന്നു. ധൈര്യമായിട്ട് പറയും. ഓരോ മാപ്പുകളും ടെറിട്ടറി അല്ല, അല്ലെ? ആ പറയപ്പെട്ട ഭൂപ്രദേശമല്ല. എന്ത് മാത്രമാണ്? അതിന്റെ രൂപങ്ങൾ മാത്രമാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നത് എന്തിനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ചില ചിത്രങ്ങളെയാണ്. ആസ് എ കൗൺസിലർ നിങ്ങളുടെ റോൾ സ്ട്രോങ് ആവണത് ഇങ്ങനെയാണ്. ഭയപ്പെടുന്ന കുറെ ആളുകളാണ് നമ്മുടെ മുമ്പിൽ വരിക. പക്ഷെ അവർ പറയുന്നതൊക്കെ ഈ ഇതുപോലെ നമ്മളിപ്പോ പറയിപ്പിച്ചതുപോലെ അതിന്റെ എക്സ്പീരിയൻസുകളെ പറയുന്നുണ്ടാവുക. അവർ കണ്ടത്, കാണുന്നത്, കേൾക്കുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പറയുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പറയുന്നതൊക്കെ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം. അത് അവർക്ക് ആ ഇമേജ് അവർക്ക് ഭയമുള്ളതാണെങ്കിൽ ആ ഭയത്തിന് നമ്മൾ കുറച്ച് കൊടുക്കും. അവർക്ക് ആ അതിനെ ഇഷ്ടമാണ്, അനിഷ്ടമാക്കി കൊടുക്കുകയാണ് വേണ്ടത്. യെസ്, നമ്മളാക്കി കൊടുക്കും. കാരണം അവർക്ക് എന്താണോ അവരുടെ മൈൻഡിലുള്ളത് അതിനെയാണ് അവർ പറയാ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാം വ്യത്യസ്തമാണ്. ഒരു ഏറെ ഒറ്റ കാറ്, നീല കാറ് അല്ലെങ്കിൽ ചിത്രം കണ്ടു, നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഇതേ സാധനം നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് എന്റെ സമയത്ത് ഇങ്ങനെ കൊണ്ടുപോവുക, നിങ്ങൾ മുഴുവനും എൻഗേജ് ആകുകയും ചെയ്യും. എനിക്ക് കുറെ റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. പക്ഷെ കണ്ടന്റ് ഞാൻ പോകേണ്ടത്, നമ്മൾ പോകേണ്ടതുമായ റൂട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഇത്ര പറയിപ്പിച്ചാൽ തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അപ്പോ ഇനി ഞാൻ ചോദിക്കട്ടെ, പാമ്പിന്റെ ചിത്രങ്ങളിലെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. പക്ഷെ ഇനി എന്നാലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഇപ്പോഴേ നിങ്ങൾക്ക് ഈ ഒറ്റ കണ്ടന്റ്, ഈ ഒറ്റ പറയപ്പെട്ട പോയിന്റ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടുണ്ടാവും. ഏതൊരാളുടെ പ്രശ്നത്തെയും ഇടപെട്ട് കൊടുക്കാം. കാരണം അയാളുടെ മുന്നിൽ അത് വലിയ സംഭവമാണ്. പക്ഷെ ആ വലിയ സംഭവം അയാൾ പറഞ്ഞോട്ടെ, നമ്മൾ അടങ്ങി ഒതുങ്ങി നിന്ന് കേൾക്കും. നമ്മൾ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കും. എല്ലാം അംഗീകരിച്ച് തലയാട്ടി കൊടുത്ത് അവർ പറഞ്ഞ വാക്കുകൾ തിരിച്ചു പറഞ്ഞ്, അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അതിനെങ്ങനെ എടുത്ത്, നിങ്ങൾ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നെ വീണ്ടും പറയുന്നു. അപ്പൊ നമ്മളൊരു സങ്കടത്തിന്റെ സമയത്ത് സങ്കടം, ഭയത്തിന്റെ സമയത്ത് ഭയം. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈവിൾ എന്താ പറയാ, പ്രേതത്തിനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഭയം വല്ലതും വന്നിട്ടുണ്ടെങ്കിലും എന്ന് കെട്ടി തൽക്കാലം ഒഴിവാക്കി വേറെ വിഷയത്തിലൂടെ പോയി ഇങ്ങനെ കൊണ്ടുവന്നു മാത്രം. നമ്മുടെ ഉള്ളിലൊരു ഇമേജ് ഉണ്ട്. എന്തിനെ കുറിച്ച് പറഞ്ഞാലും ഇമേജ് ഉണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനെ കുറിച്ച് ആലോചിച്ചാലും ഒരു ഇമേജ് വരും. ലെവലിലേക്ക് ജസ്റ്റ് ഒന്ന് പിന്നെ ഡ്രൈവ് ചെയ്യുന്നവരോ വണ്ടി ഓടിക്കുന്നവരോ വാഹനത്തിൽ ഇരിക്കുന്നവരോ അല്ല, എന്നെ കേൾക്കാൻ ഫ്രീ ആയി ഇരിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കണ്ണടക്കി ക്ലോസ് യുവർ ഐസ്. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ ആരും കണ്ണ് തുറക്കാൻ പറയുന്നത് വരെ ഞാൻ പറയണത് പ്രത്യേകം അനുസരിക്കണം. നിങ്ങൾ ആരും ഒരു ആനയെക്കുറിച്ച്, കൊമ്പനാനയെക്കുറിച്ച് ആലോചിക്കാനേ പാടില്ല. നിങ്ങളൊരു ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. തേങ്ങ ആലോചിക്കണ്ട. റോസാപ്പൂവുണ്ടല്ലോ, നല്ല ചുവന്ന തൊടുത്ത റോസാപ്പൂ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ഇനി കണ്ണ് തുറക്ക്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എന്തെല്ലാം വന്നു എന്നുള്ളത്. സാറ് പറയേണ്ട സമയത്ത് എല്ലാതും മനസ്സിൽ കൂടെ വന്നുപോയി. വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. ഒരു ഇമേജിനെ കുറിച്ച് കേട്ടാ മതി. അപ്പോഴേക്കും നമ്മൾ ഇമേജ് വരുന്നുണ്ട് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മളെ ബ്രെയിനിന് അത് ഉൾക്കൊള്ളാനും കഴിയില്ല. അത് രണ്ടാമത്തെ കേസ്. അപ്പൊ എന്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും നമുക്കൊരു ഇമേജ് ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇമേജ് നമ്മളെ മൈൻഡിൽ കൊണ്ടുപോകും. ഹഫ്സത്ത് ഒന്ന് മൈക്കോണേക്ക്.
സാർ ആ, നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടമുണ്ടെങ്കിൽ അതിനൊരു ഇമേജ് ഉണ്ടാവും. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു ഇമേജ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മാറ്റി വെക്കാൻ ഒരുങ്ങിയാലും അത് മാറൂല. പിന്നെ എങ്ങനെ മാറ്റി വെക്കാൻ ചോദിച്ചാൽ, ചില ആളുകൾ നമ്മുടെ ഈ അസ്വസ്ഥത കണ്ടിട്ട് നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മളെ പിടിച്ചു കൊണ്ടുപോയി ഒരു സൈക്കാട്രി ഡോക്ടറെ കൊടുത്തിട്ട് ഒരു ഗുളികം തന്നിട്ട് പിന്നെ നമുക്ക് ക്ഷീണമായി കിടത്തി ഉറക്കുക ചെയ്യാം. പോയിന്റ് മനസ്സിലായോ? വർഷത്തെ സങ്കടവും ദേഷ്യവും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷെ ഇമേജിനെയാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മുടെ രഹസ്യം ആരോടും പറയണ്ട, സങ്കടമൊന്നും ആരോടും പറയണ്ട. പക്ഷെ ഈ ഒരു ഇമേജ് ആണ് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നാട്ടുകാരോടൊന്നും പറയണ്ട, ഈ വരുന്ന ആരോടും പറയണ്ട. കൗൺസിലിങ്ങിന്റെ അടിസ്ഥാനമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഇന്ന് മുതൽ നമ്മൾ തിരിച്ചറിയണം, ഒരാൾ പ്രശ്നമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, അയാൾക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അയാളുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. അത് അയാൾക്ക് പ്രശ്നമാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അയാളുടെ മനസ്സിൽ മുഴുവനും ഇതിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നോട് അയാൾ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും ഇങ്ങനെ ആക്കിയില്ലേ, അങ്ങനെ ആ മനുഷ്യന്റെ രൂപമായിട്ടാണ് നടക്കുന്നുണ്ടാവുക നമ്മൾ പ്രശ്നത്തിലാണെങ്കിൽ. അപ്പോ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി പ്രയാസത്തിലാണെങ്കിൽ ഇറ്റ് മീൻസ് അയാളുടെ മൈൻഡിൽ കുറെ ചിത്രങ്ങൾ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അപ്പൊ എന്തോ അതെന്താവട്ടെ, ആ ഒരു സംഭവത്തിന്റെ ഒരു ഇമേജിനെ ജസ്റ്റ് ഒന്ന് ഈ സബ്മൊളാരിറ്റീസ് നമ്മൾ പഠിക്കാനും പോകുന്നുണ്ട് അടുത്ത ലെവലില്. അതിനെ കാണുന്നതിന്റെ കാഴ്ചയെ, കേൾക്കുന്നതിന്റെ ശബ്ദത്തിന്, അല്ലെ അതിന്റെ ഒരു വൈബ്രേഷൻ, സബ് മൊഡാലിറ്റീസ് ഉണ്ടാവും. അതിനെ മുഴുവനും നമ്മൾ മാറ്റി കൊടുക്കുക. സബ് മൊഡാലിറ്റീസിനെ ഇപ്പൊ നിങ്ങൾ കേട്ടാൽ മതി, എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ ആ കാഴ്ചയുടെ, ഇപ്പൊ ദൂരത്തുനിന്ന് കാണുന്നു അടുത്തുനിന്ന് കാണുന്നു എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. ആ കാഴ്ചയുടെ സബ് മൊഡാലിറ്റീസിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ അതിന്റെ ഇഷ്ടത്തെ അനിഷ്ടമായി മാറും. ഈ വല്ലാതെ വരുന്ന താല്പര്യത്തിന് ആ താല്പര്യം ഇല്ലാണ്ടാക്കി മാറ്റാൻ പറ്റും. ഭയപ്പെടുന്നതിന് ഭയവും ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഞാൻ ആ നേരത്തെ കാണിച്ച അതേ ചേരയുടെ ചിത്രത്തെ നിങ്ങളെ മുന്നിൽ കാണിച്ചാൽ ഇത് കണ്ടാൽ തന്നെ പേടിയാകുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ. അവരുടെ പേടി മാറിയിട്ടുണ്ടാകും. കാരണം നമ്മളൊരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് അതിന് പോയിന്റ്. അപ്പോ വലിയ ഫീസ് കൊടുത്ത് കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ രഹസ്യം മനസ്സിലാവും. ഇപ്പൊ രഹസ്യം മനസ്സിലായി എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്. അപ്പൊ ആ ഇമേജിനെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലോ ഒരു പ്രശ്നം എന്നെ അലട്ടുന്നുണ്ട്, ഒരു സങ്കടം അല്ലെങ്കിൽ കുറ്റബോധം, അതൊന്നും ഇല്ലാതെ എന്നോട് അങ്ങനെ ചെയ്തു, ചതി ചെയ്തു എന്നൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആകെ ഡൗൺ ആവും. പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം വരും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതോടുകൂടെ നമ്മുടെ പെരുമാറ്റം മാറി. ചിന്ത മാറിയാൽ, ഇന്ന് നമ്മൾ മനസ്സിലാക്കി, ചിന്ത മാറിയാൽ നമ്മുടെ വാക്കുകൾ മാറി. അപ്പോ നമുക്ക് ദേഷ്യമായിരുന്നു വാക്കുകളായിട്ട് വരും. കാരണം നമ്മൾ ഈ ചിന്തയിൽ നിന്ന് അതിൽ തന്നെ ചിന്തിക്കുമ്പോൾ ബാക്കി വരുന്നില്ല, ആളുകൾ നേരെ സംസാരിക്കാറില്ല. നമ്മളൊരു അവരോട് വളരെ മോശമായിട്ടോ ഹാർഷായിട്ടോ ആണ് പെരുമാറും. നമ്മുടെ പെരുമാറ്റവും മാറും, ആളുകളുമായിട്ടുള്ള സംസാരവും മാറും. അതോടുകൂടെ നമ്മളൊരു പ്രശ്നക്കാരനാണെന്ന് നമ്മളെ കുടുംബം ഐഡന്റിഫൈ ചെയ്യും. കുടുംബത്തിലെ കൂട്ടുകാരൊക്കെ പിടിച്ചിട്ട് ദൂര സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു കാലം നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കും. ആ റൂമിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും കൈകളും കാലുകളും പോലും ഇളക്കാൻ പോലും ഒന്ന് അനക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ക്ഷീണിതനായി നമ്മളെ കിടക്കും. അതായത് ചിന്തകളാണ് പ്രശ്നം. അപ്പൊ ചിന്തകളെ നിങ്ങളുടെ ചിന്തകളെ പിടിക്കാൻ ഡോക്ടർമാർക്ക് കഴിയില്ല. അപ്പൊ എന്താ ചെയ്യുക? നിങ്ങളുടെ ശരീരത്തെ തളർത്തി കിടത്തും. അപ്പൊ തളർന്ന മനസ്സിന് വേറെ ചിന്തിക്കാനാ കഴിയുക. അപ്പൊ ശരീരം തളർന്ന ശരീരത്തിന് പിന്നെ ബേസിക് നീഡ്സ്, അടിസ്ഥാനപരമായ കാര്യങ്ങളെ ചിന്തയുണ്ടാവുള്ളൂ. വിശക്കുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും കഴിക്കണം, അതാ ഫസ്റ്റ് വരിക. വിശപ്പൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാലാണ് വസ്ത്രത്തെ കുറിച്ച് ചിന്ത വരിക. അല്ലാതെ എന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടോ എന്ന് പോലും ഈ പറയപ്പെട്ട പ്രശ്നം അമിതമായി നമ്മളെ മൈൻഡിൽ വന്നാൽ വസ്ത്രത്തെ കുറിച്ചുള്ള ചിന്ത പോലും നമുക്ക് ഉണ്ടാവില്ല. പാർപ്പിടം, വീട്ടിൽ വെക്കാൻ താമസിക്കണമെന്ന ചിന്തയും ഉണ്ടാവില്ല. അപ്പൊ ബേസിക്കായി നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കും പ്രശ്നം നമ്മുടെ മുന്നിൽ വലുതായാൽ. മറുവശത്ത് പറഞ്ഞാൽ പ്രശ്നം വലുതായാൽ യെസ് അല്ല, എൻ്റെ മൈൻഡിന്റെ കൺട്രോൾ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടാൽ
ഈ പറയപ്പെട്ട വസ്ത്രമെന്നോ ഭക്ഷണമെന്നോ പാർപ്പിടമെന്നോ കുടുംബമെന്നോ ഒരു ചിന്തയും നമുക്കുണ്ടാവില്ല. അപ്പോ ചിന്തകളെ കൺട്രോൾ ചെയ്തെങ്കിലേ നമുക്ക് ഈ പറയപ്പെട്ട കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോ ഞാനെന്ന വ്യക്തി നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ചിന്തകളെ എൻ്റെ കൺട്രോളിൽ കിട്ടണം. അപ്പൊ എൻ്റെ ചിന്ത എൻ്റെ കൺട്രോളിലാണെങ്കിൽ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും എൻ്റെ ആക്ഷനും ഒക്കെ ഒരുപോലെയാവുകയും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യും. അല്ല ഞാൻ പറയുന്നത് ഒരു ഭാഗം, ഇതൊന്നും പരസ്പരം കണക്ഷൻ ഇല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴോ എന്നിൽ നിന്നും അകന്നകന്ന് പോയിട്ടുണ്ടോ? ഓ, കണക്ഷൻ, ബുദ്ധിയുടെ കണക്ഷൻ എന്നത് ചിന്തയാണ്. അപ്പൊ ചിന്ത, ബുദ്ധി, പിന്നെ വാക്ക്, പിന്നെ പ്രവൃത്തി. അപ്പൊ ഇതില് നമ്മുടെ അസ്വസ്ഥതകളായി വരാൻ സാധ്യതയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുറ്റബോധം എന്ന് പറയും. ഞാൻ ആരോടെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ എന്നെ അലട്ടുന്ന പ്രശ്നമായി മാറും. മറ്റൊരാൾ നമ്മളോട് ചെയ്തതിനേക്കാൾ നമ്മളെ ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറാനുണ്ടാകുന്ന കാരണം ഈ കുറ്റബോധമാണ്. അപ്പൊ കുറ്റബോധം എന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തെങ്കിലേ നമുക്ക് മറ്റൊരാളുടെ പ്രശ്നത്തിന് ഇടപെടാൻ കഴിയൂ എന്ന കാരണത്താലാണ് ഇന്നലെ ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ഹോംവർക്ക് എന്ന രീതിയിൽ തന്നത്. അപ്പോ മറ്റുള്ളവരുടെ പ്രശ്നം നമുക്ക് സോൾവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും എന്നുള്ളതാണ്. മൈൻഡ് ഫ്രീ ആകും. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അസ്വസ്ഥ വരും. അപ്പോ ഒരു പ്രശ്നം നമ്മളെ മുന്നിലേക്ക് വന്നാൽ ആ പ്രശ്നം തന്നെ മാറ്റി വെക്കുക, അത് വേറെ ആളെ ഏൽപ്പിക്കുക, അവരെ നോക്കിക്കോളും. അപ്പൊ എൻ്റെ മക്കളുടെ കല്യാണമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ കല്യാണത്തിന് വരുന്ന ആളുകൾക്ക് മുഴുവൻ വെള്ളം കൊടുക്കാൻ പോകണോ, അത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകണോ, അത് അവരെ ഈ വേദിയിൽ ഇരുത്തി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പരിഗണിച്ച് അവരൊക്കെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് അവരോട് മാത്രം സംസാരിച്ച് ആരോട് സംസാരിക്കുക? 2000 ആളുകളെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ 2000 ആളുകളെ ഈ പറയപ്പെട്ട അരമണിക്കൂർ കൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അപ്പൊ ഞാൻ എന്താ ചെയ്യാ? വെള്ളം കൊടുക്കാൻ ഒരു ടീമിനെ ഏൽപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കാൻ വേറെ ടീമിനെ അയക്കുന്നു, ജസ്റ്റ് വീട്ടിലേക്ക് വരുന്ന ആ വാതിലിൽ ഞാൻ ഇന്ന് കൈ കൊടുത്ത് സ്വീകരിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വേറെ ആളുകളെ ചുമതലപ്പെടുത്താറുണ്ട്. ഒരു കുടുംബത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കല്യാണമായിരുന്നെങ്കിൽ ഓക്കെ, അങ്ങനെ അല്ല. ഇനി എന്റെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, ഞാൻ അവിടെ നിന്ന് കരഞ്ഞിരുന്നാൽ മതി, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നാൽ മതി. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇടപെടേണ്ടതില്ല. എന്റെ നാട്ടുകാർ, എന്റെ കൂട്ടുകാർ, എന്റെ കുടുംബക്കാർ അവിടെ വന്നത് കൃത്യമായി നടപ്പിലാക്കിക്കൊള്ളു. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യേണ്ടത് എന്റെ നാട്ടുകാരുമായും കൂട്ടുകാരുമായും ബന്ധുക്കളുമായും ബന്ധത്തെ സ്ട്രോങ് ആക്കിയെടുത്താൽ മാത്രം മതി. അപ്പോ എനിക്ക് ഒന്നിനും കഴിയാത്ത ദിവസം എന്നെ ഭക്ഷണം കഴിപ്പിക്കൽ പോലും അവരായിരിക്കും ചെയ്യുക. എന്റെ അയൽക്കാർ, ഞാൻ ഇതുവരെ പോയി നോക്കാത്ത, കണ്ട രോഗിയായി കിടക്കുമ്പോൾ പോലും സന്ദർശിക്കാത്ത ഈ അയൽവാസികളായിരിക്കും എനിക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടാവും. ആ ഒരു ഫീലിംഗ് നമുക്ക് ഇപ്പോഴേ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങളും സ്ട്രോങ് ആയി മാറും. അപ്പോ രോഗിയായി കിടക്കുന്ന സമയത്തോ അസുഖമായി കിടക്കുന്ന സമയത്തോ അവരെ കൊണ്ട് സന്ദർശിക്കുന്നു. ജസ്റ്റ് അവർക്ക് പനിയേ ഉള്ളൂ, പുറത്ത് കാണുന്നില്ല, എന്നൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് വന്നതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മളെ കണ്ടാൽ ആശ്വാസമാണ്. ആ ഒരു വാക്ക് കേട്ടാൽ തന്നെ മതി അവർക്ക് സമാധാനം. നമ്മളെ വണ്ടിയുടെ സൗണ്ട് വരെ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞ് പോവാനുള്ള മനസ്സ് കാണിച്ചാൽ മാത്രം അത്രേ വേണ്ടതുള്ളൂ. അല്ലാതെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും അവർക്ക് വേണമെന്നൊന്നുമില്ല. നമ്മളെ ഹാപ്പി, നമ്മളെ കണ്ടാലും അവർക്ക് ഹാപ്പി, ദാറ്റ്സ് അത്രേ വേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിവാഹത്തിന്റെ സമയത്ത്, എന്റെ വീട്ടിലുള്ള കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ വരുന്ന ഇയാളെ ജസ്റ്റ് ഒന്ന് സ്വീകരിച്ചിരുത്തുക എന്നതല്ലാതെ ബാക്കി ഒന്നിനും ഞാൻ ഇടപെടേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിലെ കുടുംബം വിവാഹം വളരെ അങ്ങനെ ലാവിഷ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ അത് നടന്നു പോയിക്കൊള്ളും. അങ്ങനെയെങ്കിൽ ഒരു വലിയൊരു സീരിയസ് ആയ കുടുംബത്തിന്റെ ഒരു കല്യാണത്തിന് മുഴുവൻ സമയവും ഞാൻ ഓടി നടക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ഞാൻ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഞാൻ തലയിലേക്ക് നടക്കേണ്ട ആവശ്യം? വേറെ ആളെ ഏൽപ്പിച്ചാൽ പോലെ. ഫസ്റ്റ് ഡേ ഞാൻ പറയാം 42,23,000 രൂപ അങ്ങ് പോയി. ഞാൻ എന്താ ചെയ്യുന്നത്? ടെൻഷൻ ഏൽപ്പിച്ച് നടക്കുകയാണ്. എന്റെ പണം പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കുകയാണോ? വേണ്ട. ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു, വക്കീലിനെ ഏൽപ്പിച്ചു, അവരവരുടെ പണികൾ ചെയ്യുന്നു. അവർ ചെയ്യുന്നുണ്ടോ? അപ്ഡേഷൻ തരുന്നു.
ഈ പൈസ ഇന്ന് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. അല്ലാതെ ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ മരണത്തിലെ ആത്മഹത്യക്ക് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്ക് നഷ്ടം? ഈ വ്യക്തിക്ക് നഷ്ടം, എന്നെ ആശ്രയിക്കുന്ന കുടുംബത്തിന് നഷ്ടം. അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാൽ, ഒരു പ്രശ്നത്തിന്, ഒരു കുടുംബത്തിന്റെ ഒരു വിവാഹത്തിന് നമുക്ക് വേറെ കുറെ ആളുകളെ നടത്താൻ ഏൽപ്പിക്കാമെങ്കിൽ ഒരു ദുരന്തത്തെ അല്ല, എന്റെ ചിന്തയെ അത് പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കുക. അത് പോലീസിനെ ഏൽപ്പിക്കണമെന്നില്ല, നമ്മൾ എന്നെ ഏൽപ്പിച്ചോളി. നമ്മളേതായാലും ഫീസും കൊടുത്ത് അല്ലെ ഫീസും കൊടുത്ത് പഠിപ്പിക്കുന്നു. ഫീസ് കൗൺസിലിങ്ങിന് 5000 രൂപ അരമണിക്കൂറിന് ഫീസും വാങ്ങിയപ്പോൾ നമ്മളൊക്കെ നടക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയായാലും 500 രൂപ ധൈര്യമായിട്ട് വാങ്ങാമല്ലോ. എന്റെ അധ്യാപകൻ വാങ്ങുന്നത് 50,000 രൂപ അരമണിക്കൂർ, 50,000 രൂപ. അത് ആദ്യമേ ഗൂഗിൾ പേ ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക്, അയാൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ ഡേറ്റ് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ്. അവരുടെ പ്രശ്നം സോൾവ് ആയോ ഇല്ലേ എന്നുള്ളതിന് മുമ്പ് പൈസ വാങ്ങുന്ന ടീമുകളാണ് കാര്യമായി കൗൺസിലിംഗ് മേഖലയിലുള്ളത്. നമ്മൾ അങ്ങനെയല്ല, ആ പ്രശ്നങ്ങൾ സോൾവ് ആയിട്ട് തന്നാൽ മതി. അത് നമ്മുടെയൊക്കെ സിസ്റ്റം. അതും എനിക്ക് തരണമെന്നില്ല. ഇനി കൈക്കൂലി വാങ്ങി സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയാണല്ലോ എന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങാനുണ്ട്. പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രശ്നത്തിന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമെന്ന ചിന്തയുണ്ടെങ്കിൽ നാം രോഗിയല്ല. ഇന്ന പ്രശ്നം നിങ്ങൾക്ക് മാറ്റാനും കഴിയുന്നില്ല, മറക്കാനും കഴിയുന്നില്ല, ഞാൻ എന്താ ചെയ്യാന്ന് അറിയുന്നില്ല എന്ന ഫീലിംഗ് ആണെങ്കിൽ അവരുടെ പേരാണ് മാഡ് എന്ന് പറയുന്നത്. മരുന്ന് കൊടുത്ത് ക്ഷീണിതനായി കിടക്കേണ്ടി വരും. അപ്പോ നിലവിൽ മരുന്ന് കഴിക്കുന്ന ആളുകളോട് മരുന്ന് നിർത്താൻ ഞാൻ പറയില്ല. കൗൺസിലിംഗിൽ വരുമ്പോൾ നിങ്ങളും പറയരുത്. അത് നിലവില് സൈക്കാട്രിയും സൈക്കോളജിയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഡോക്ടർ കണ്ടിട്ട് പറയണം, യെസ് ഈ കുട്ടി ഇത്ര വലിയ മരുന്ന് ഇനി കഴിക്കേണ്ടതില്ല എന്നൊക്കെ. അപ്പോ എൻ്റെ അടുത്ത് വന്ന ഒരു കേസിന്റെ പറയാം. അവരുടെ കുട്ടിക്ക് സിവിയർ ആയൊരു പ്രശ്നം വന്നിട്ടുണ്ടായി. അപ്പൊ സിവിയർ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലല്ലോ. കുട്ടിക്ക് ഏതായാലും സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല, പഠിക്കാൻ ഏതായാലും കഴിയില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യുക? ഈ കുട്ടിയെ ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുട്ടിയുടെ തടി കൂടുന്നു, അമിതമായ തടിയും ക്ഷീണവും ബാധിക്കുന്നു. അപ്പോൾ മരുന്നിന്റെ ഡോസ് കുറക്കണം. ഇനി എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൂടെ കണ്ടോളൂ എന്ന് സൈക്കാട്രി ഡോക്ടർ പറഞ്ഞ പ്രകാരം ആരെ കാണണം? സൈക്കാട്രി ഡോക്ടർ തന്നെയാണ് എന്റെ പേര് നിർദ്ദേശിക്കുന്നത്. എന്റെ അടുത്ത് വന്ന മുതൽ കുട്ടി ഹാപ്പിയായി. അപ്പോ 2 ദിവസം കഴിഞ്ഞ് കുട്ടി ഹാപ്പിയാണ്, 3-ാം ദിവസം കുട്ടി ഹാപ്പിയാണ്. അപ്പൊ 4-ാം ദിവസം കുട്ടി മരുന്ന് നിർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, മരുന്ന് യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല. നിർത്തണമെങ്കിൽ ആര് പറയണം? ഡോക്ടർ പറയണം. ഈ ഡോക്ടർ കണ്ടിട്ട് വേണം നിർത്താൻ, അല്ലെങ്കിൽ ഡോസ് കുറച്ച് തരണം. കാരണം നിങ്ങളിപ്പോ കഴിക്കുന്ന മരുന്നുകളൊക്കെ, ചില മരുന്നുകളിലൊക്കെ പ്രത്യേക പേരുകൾ പറഞ്ഞാൽ തന്നെ നമുക്ക് പേടി തോന്നും. ആ മരുന്നുകളൊക്കെ ഒരു ഡോസ്, ചെറിയ ഡോസേ ഉള്ളൂ. എത്ര ഡോസ് ചെയ്യാം? 30 mg ഉള്ളൂ. അല്ലാതെ നമ്മൾ 500 mg പാരസെറ്റമോള് 750 mg അതൊന്നല്ല. ഈ ഡോസ് ആകെ 30 mg ഉള്ളൂ. ആ 30 mg 5 mg തിരിച്ചു വരണം. 30 25 ആവണം, 20 ആവണം, 15 ആവണം, 10 ആവണം, 5 ആവണം. അത് ഡോസ് കൂടിയ മരുന്ന് കൊടുത്തിട്ടാണ് നിങ്ങളെ ഒരു ഭാഗത്ത് ആക്കിയിട്ടുള്ളത് എങ്കിൽ അതിന്റെ ഡോസ് കുറക്കാനുള്ളത് സൈക്കാട്രി ഡോക്ടർമാരാണ്. നമ്മൾ സൈക്കോളജിസ്റ്റുകളല്ല. നമ്മൾ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അയാളുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. പ്രശ്നം അയാളുടെ ചിന്തകളും ചിത്രങ്ങളുമാണ്. അയാളുടെ ഉള്ളിൽ ചില മാപ്പുകളുണ്ട്. ആ മാപ്പിനെ അത് അയാളെ ജസ്റ്റ് ഒന്ന് അകറ്റിയാൽ മതി. അതോ ഈ കണ്ടതൊന്നും പാമ്പല്ല, ഇത് ചിത്രമാണ്. ഈ കണ്ടത് കേരളമല്ല, കേരളത്തിന്റെ ഭൂപടമാണ്. ഇതേപോലെ അയാളുടെ പ്രശ്നത്തിന്, അയാളുടെ മൈൻഡിലുള്ള സാധനത്തിന് ഒന്ന് റിയലൈസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ അല്ല കേട്ടോ, അതിന് ചില പ്രോസസ്സുകളുണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സിലൂടെ അയാളെന്ന് മാനസികമായി അകറ്റിക്കഴിഞ്ഞു. അപ്പൊ അയാൾ കൂളായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ അപകടമാണ്. അത് അപകടമാണെന്ന് ക്ലയന്റിനെ ബോധ്യപ്പെടുത്തണം. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് വരുന്നത് നിർബന്ധമായി. കാരണം ഇന്റെ പ്രശ്നം ഇന്നതാണെന്ന് തിരിച്ചറിയും ഈ വന്ന ക്ലയന്റുകളൊക്കെ. അപ്പൊ ഇനി ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ഓക്കെ ആയി.
ഓക്കെ ആയി എന്ന് അയാൾക്ക് മനസ്സിലായാൽ പോരാ. അയാൾ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന ആളോട് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. നിങ്ങളും അങ്ങനെ പറയണമെന്നാണ് എന്റെയും അഭിപ്രായം. എങ്ങനെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുന്നത് വെച്ചാൽ, വന്ന ഉടനെ അയാളുടെ സങ്കടങ്ങൾ ചോദിക്കാം, പ്രശ്നങ്ങൾ ചോദിക്കാം. പ്രശ്നം ചോദിച്ചു കഴിയുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കുന്നതിനനുസരിച്ച് മുഖമാകെ വികൃതമാകും. അത് വികൃതമായിട്ടുണ്ടെന്ന് നമുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കൈ കൊടുത്ത് സംസാരിക്കുന്ന നേരത്ത് ആണുങ്ങളാണ് കൈ കൊടുത്ത് അല്ലെങ്കിൽ അവരോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ തന്നെ അവരൊന്ന് കൂളായ ശേഷം പ്രശ്നം ചോദിച്ചാൽ അവർ ആകെ മൂഡ് ഔട്ട് ആയ ശേഷം ഉടനെ തന്നെ ഫോണൊന്ന് എടുക്കുക, ഫോട്ടോ എടുപ്പിക്കുക. അതിനുശേഷം നമ്മളുടെ തെറാപ്പിയിലേക്ക് കയറുന്നു. അതിന് ഒരു അരമണിക്കൂറിന് ശേഷം വീണ്ടും ഒന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് മുഴുവനും ക്ലീനായ ആളുകളാവും. മൈൻഡ് ക്ലീനായ മുഖത്തത് കാണും, മുഖം നല്ല പ്രസന്നമായിരിക്കും. അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയാം, ആദ്യം വന്നപ്പോഴുള്ള ഫോട്ടോവും ഇപ്പോഴുള്ള ഫോട്ടോവും രണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാം. യെസ്, നല്ല വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് മക്കളെ കേസ് പറയുന്ന രക്ഷിതാക്കൾ വരുമ്പോൾ അവരുടെ മുഖം നോക്കിയാൽ മതി. എന്റെ കുഴപ്പം ഒരാൾ പറയുമ്പോൾ എൻ്റെ മുഖം ആകെ വികൃതമായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ വികൃതമായ ഉടനെ അയാളുടെ ആ ഫോട്ടോ നിന്ന് എടുപ്പിച്ച് അയാളുടെ കയ്യിൽ വെക്കുന്നു. പിന്നെ നമ്മൾ ദൗത്യം ഏറ്റെടുക്കാണ്. എന്റെ ദൗത്യം ഈ കുട്ടീനെ വഴക്ക് പറയുന്ന സിസ്റ്റം നിങ്ങൾ നിർത്തണം എന്ന് പറയുന്നതോടുകൂടെ ആ കുട്ടി ഫ്രീ ആയി മാറും. എന്താണ് സമവാക്യം എന്താ പറയുന്നത്? ചോദിച്ചോളി. അറിയാതോ? ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ ഒരു വന്ന ആളുടെ മാനസിക അവസ്ഥ എന്നത് 10 മിനിറ്റോട് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അപ്പൊ വന്ന ഉടനെ നിങ്ങൾ ആ ഫോട്ടോ എടുത്തു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവരുടെ ചർച്ചകളും മുഴുവൻ കേട്ട് പറയാനുള്ളത് പറയിപ്പിച്ച് കരയാനുള്ളത് കരയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്യുന്നതോടുകൂടെ കഥ മാറും നടത്തും. അപ്പോൾ അവരുടെ മുഖവും മാറും, എല്ലാവരുടെ പ്രശ്നങ്ങളും മാറും. പ്രശ്നം മാറിയാലും ഇല്ലെങ്കിലും ആദ്യത്തെ ഫോട്ടോ ഈ ഫോട്ടോ നോക്കിയാൽ എന്തായാലും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇതിന് അടുത്ത ഘട്ടം നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം എന്ന് പറഞ്ഞ് വിട്ടോ, ധൈര്യമായിട്ട് വിട്ടു. അപ്പൊ പറഞ്ഞു വന്നത്, ഇമേജ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഇമേജിനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഓക്കെ ആകും. പക്ഷേ മരുന്ന് കഴിക്കുന്ന ആളോട് മരുന്ന് നിർത്തണമെങ്കിൽ ഞാനല്ല പറയേണ്ടത്, നിങ്ങളുടെ മുഖം കണ്ട് ആര് പറയണം, ഡോക്ടർ പറയണമെങ്കിൽ അതേ ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയും വരണം. അതായത് സൈക്കാട്രി ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റും രണ്ടാമത്തെ ലിസ്റ്റും അറ്റാച്ച്ഡ് ആയിട്ടും ഇവിടുത്തെ മുഴുവൻ ബന്ധപ്പെടുത്തിയിട്ടാണ്. നല്ലത് നമ്മളൊരു പനിക്ക് പോയി ഡോക്ടർക്ക് പോയി പിന്നെ വീണ്ടും പനിക്ക് പോകുമ്പോൾ ആ ഡോക്ടറും അല്ല ആ ലിസ്റ്റൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് പിൻ ചെയ്ത് അതീവ സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ പവിത്രമായിട്ട് തന്നെ നോക്കണം. പവിത്രമായി നോക്കുക എന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ 30 mg ആണ്. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ അത് 25 mg എത്തിയിട്ടുണ്ടോ, അളവ് കുറച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കണം. അതായത് നമ്മുടെ റിസൾട്ട്, നമ്മുടെ ഇടപെടുന്നതിൽ മരുന്നിൽ ഫലം കാണുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്നിന്റെ അളവ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ഡോസ് സെയിം സാധനം തന്നെ മരുന്ന് മാറ്റിയിട്ടുണ്ടാവും, ഡോസ് കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളൊന്ന് പരിശോധിക്കുക. നമുക്ക് നോക്കിയൊന്നും അറിയില്ല, ചില ഡോക്ടർമാരെ എഴുതിയൊന്നും വായിക്കാനൊന്നും കിട്ടൂല. കിട്ടിയാലും ഇല്ലെങ്കിലും ആ മരുന്നിന്റെ ലിസ്റ്റ് ഒന്ന് നേരെ പിടിക്കാൻ നോക്കിയാൽ മതി. ഇംഗ്ലീഷ് എഴുതിയാലും നമുക്ക് ഡോക്ടർമാരെ എഴുത്തുകൊണ്ട് തിരിച്ചറിയാന്നുണ്ടെങ്കിലും ആ ഡോക്ടർമാരുടെ മുകൾ ഭാഗത്ത് നിന്നുണ്ടാവും അവരുടെ പിന്നെ പേരും ഡീറ്റെയിൽസും ഒക്കെ മുകൾ ഭാഗത്ത് ഉണ്ടാവും. അതെങ്കിലും നേരെ പിടിച്ചിട്ട് നേരെ താഴെ വരെ ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി വായിക്കാൻ തീരെ കിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൽ ഉണ്ടാവും, ഗൂഗിൾ ലെൻസ് ഉണ്ടാവും. ആ ലെൻസിൽ ഒന്ന് ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കാണുന്നത് ഇംഗ്ലീഷാണ്, പക്ഷെ വായിക്കുന്നത് നമുക്ക് മലയാളം വായിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മക്കളോട് മറ്റുള്ളവരൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഒരു ക്ലയന്റ് വന്നാൽ ക്ലയന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കേൾക്കണം. അവർക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ട് പറയിപ്പിക്കണം. എന്തിനാ പറയിപ്പിക്കണം എന്ന് ചോദിച്ചാൽ, ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല. അവർ പറഞ്ഞെങ്കിൽ അവർക്ക് ആശ്വാസം ഉണ്ടാവും. അവരുടെ മൈൻഡിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ഒരു
അത്താണി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഭാരം ചുമന്ന് നടക്കുന്ന ആളുടെ ഭാരത്തെ താഴെ വെച്ചാൽ എടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ സെയിം ഹൈറ്റുള്ള ഒരു കല്ലിന്റെ മേലെ കയറ്റി വെക്കും. ആ കല്ലിന് പറയുന്ന ഭാഗമാണ് പേരാണ് അത്താണി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നത്തിന് ചുമടിലേക്ക് നടക്കുന്ന ഇവരെ പറയാൻ പറ്റുന്ന ഒരാൾ അന്വേഷിച്ച് നടക്കുകയാണ്. പണ്ടൊക്കെ കാരണവന്മാരെ നാട്ടിലൊക്കെ നാട്ടുപ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും പ്രമാണിയായപ്പോൾ നമ്മുടെ റോള് കൂടി എന്ന് പറയും. നമ്മൾ കൗൺസിലർമാര് ഫസ്റ്റ് ചെയ്യേണ്ടത് അവരെ എന്നും ഇരുത്തി സ്നേഹത്തോടെ പെരുമാറുന്നു. നമ്മൾ അവരെ കൊണ്ട് പരമാവധി പറയിപ്പിക്കണം. പരമാവധി പറയിപ്പിക്കണം എന്ന് പറഞ്ഞാല് നമുക്ക് അരമണിക്കൂറാണ് അവർക്ക് സമയം കൊടുക്കണമെങ്കിൽ 25 മിനിറ്റും അവരെ കൊണ്ട് പറയിപ്പിക്കണം. 5 മിനിറ്റ് മതി ട്രീറ്റ്മെന്റ്. ആ 5 മിനിറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വഴിയെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ രോഗത്തെയും നമ്മൾ പഠിക്കാം. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾക്കൊരു പണി തരാണ്. എന്താണ് പണി എന്ന് വെച്ചാൽ എന്തെല്ലാം കേസുകളാണ് സാധാരണ വരാൻ സാധ്യതയുള്ളത്, നിങ്ങൾക്ക് എന്താണ് വരാൻ സാധ്യത, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ, അതിനെക്കുറിച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ചോളൂ. ഇപ്പൊ ചോദിക്കണ്ട. നാളെ ഏതായാലും ക്ലാസ് ഇല്ല, വെള്ളി ശനി ഞായർ ഒഴിവ്, 3 ദിവസം ഒഴിവ്, തിങ്കളാഴ്ചയാണ് നമുക്ക് വരിക. അപ്പൊ തിങ്കളാഴ്ച വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ലിസ്റ്റോ ഉണ്ടാക്കി വെച്ചോളൂ. എനിക്ക് വരാൻ സാധ്യതയുള്ള കൗൺസിലിംഗ് കേസുകൾ ഇന്നതൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ആ കൗൺസിലിംഗ് കേസുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇന്നത്തെ ദിവസം തന്നെ കംപ്ലീറ്റ് പഠിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു കേസ് നാളെ വരാനുണ്ട്, അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്കതായും ഇടപെട്ടാൽ ചേർക്കണില്ല എന്ന് തോന്നുന്ന നിസ്സാര കേസുകളാണ്. പ്രത്യേകിച്ച് അധ്യാപകരായ കുറെ പേരുണ്ടാവും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ പലപ്പോഴും നമുക്കൊന്നും ഫീസൊന്നും കിട്ടൂല, പക്ഷെ നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടും. അതുമല്ല, ഒരു കുട്ടിയുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ നിങ്ങളിലേക്ക് പിന്നെ ആ കുടുംബവും ആ കുടുംബത്തിന്റെ കുടുംബങ്ങളും നിങ്ങളെ അന്വേഷിച്ചു വരും. നമുക്ക് നല്ലൊരു പരസ്യം കിട്ടുന്ന സ്ഥലം തന്നെയാണ് ഈ പറയപ്പെട്ട വിദ്യാലയം. എൻ്റെ നാട്ടില് അതായത് ഞാൻ പഠിക്കുന്ന ഈ കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ നാട്ടിലെ PTA പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അതേ സ്കൂളില് ഒരു അധ്യാപകന്റെ ഒഴിവ് വന്നപ്പോൾ ഞാൻ തന്നെയാണ് അവിടുത്തെ അധ്യാപകനായി മാറിയത്. അപ്പൊ PTA പ്രസിഡന്റിന്റെ സമ്മാനം ഇല്ലാതെ കെട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ തന്നെ കയറി ചെയ്തു. ഇന്റർവ്യൂ ഒക്കെ നടത്തി, അവരുടെ ഇന്റർവ്യൂ നടത്തി. നമ്മളെക്കാൾ അതിന് ആപ്റ്റായ മറ്റൊരാൾ, അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് ആ നാട്ടിൽ എന്താ പറയാ ആ ഒരു സ്കൂളിലെ പരിസരം, സ്കൂൾ വിദ്യാർത്ഥി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് എനിക്ക് തന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അതിനുശേഷം ആ സ്കൂളിലെ ചില കുട്ടികളുടെ കേസിൽ ഇടപെട്ടത് കൊണ്ട് ഇപ്പോഴും നാട്ടിലെ ഈ പ്രശ്നത്തിന് ഇന്ന ആളെ കണ്ടാൽ മതി എന്ന് ഈ വിദ്യാർത്ഥികൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബക്കാർ നമ്മളെ അന്വേഷിച്ച് വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ പരസ്യം ചെയ്തിട്ടല്ല നമ്മൾ ആളുകളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഇങ്ങനെ കുറെ സേവനങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി. അപ്പോ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വരാൻ സാധ്യതയുള്ള കുറെ കേസുകൾ ഉണ്ടാവും. അങ്ങനത്തെ കേസുകളൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നിങ്ങളുടെ ലിസ്റ്റില് നിങ്ങൾ എന്ത് ചെയ്തു, ആദ്യമേ നമ്മൾ ഗ്രൂപ്പിൽ നാളെ തിങ്കളാഴ്ച നമ്മൾ പറയാൻ തുടങ്ങും, ടൈപ്പ് ചെയ്ത് തുടങ്ങും. അപ്പൊ ആ ഓരോരോ കേസുകൾ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. അത് എല്ലാം നമ്മുടെ ഈ 10 ദിവസം കൊണ്ട് തീർന്നണമെന്നില്ല. എന്നാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്കത്, ഇതിപ്പോ 12 ദിവസത്തെ കോഴ്സ് ആണല്ലോ. 12 ദിവസം 2 ദിവസം ഫ്രീ എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾക്കുള്ളത് 10 ദിവസം കൃത്യമായി കിട്ടുന്നുണ്ടാവും. അപ്പൊ ആ 10 ദിവസം കൊണ്ട് തന്നെ എല്ലാം തീർന്നോണമെന്നില്ല. നമ്മൾ വീണ്ടും ഉപരിപഠനങ്ങൾ വരും. ചിലത് ബേസിക് ലെവൽ തന്നെ പഠിപ്പിക്കേണ്ടി വരും. ആ ബേസിക് ലെവലിൽ പഠിപ്പിക്കേണ്ട ചില കേസുകളാകുമ്പോൾ അടുത്ത ബാച്ച് വരുമ്പോഴും നിങ്ങൾ ഇതേപോലെ ഇതേ ബാച്ചിന്റെ പേര് നമ്മൾ 4 എന്നുള്ളത് 5 എന്ന പേര് മാറ്റും. ഇവിടെ തന്നെ നമ്മൾ തുടരും, ഇതേ ഗ്രൂപ്പിൽ തന്നെ തുടരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഞാൻ ഈ പറഞ്ഞതിൽ ക്ലാരിറ്റി കിട്ടാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ ബാക്കി ഭാഗം പറയാം. ഇല്ല, ആർക്കും പറയാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് ഭൂപടം എന്നത് ഭൂപ്രദേശമല്ല, അത് ഭൂപ്രദേശത്തിന്റെ ചിത്രം മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ കുറിച്ച് നമ്മളെ ഓരോ ധാരണയുണ്ട്. ആ ധാരണ എന്നത് നമ്മളുടെ ഫിൽറ്ററാണ്. ഞാൻ ഫിൽറ്റർ ചെയ്ത കാര്യമാണ്, എന്റെ ആംഗിളാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2 പേര് നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ചിത്രം ഉണ്ടല്ലോ, നമ്മളെ എന്താ പറയാ വയനാടിന്റെ ചിത്രത്തിന്റെ ഫീലിങ്ങിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ടാവും. അപ്പൊ നമ്മുടെ കൂടെ 11, 12, 13, 14 പേരുണ്ട്. ഈ 14 പേരിലും
പറയാൻ തുടങ്ങിയാൽ നമുക്ക് 14 ആളുകൾക്കും വ്യത്യസ്തമായ കാര്യം ഈ വയനാടിന്റെ ചിത്രത്തെ കുറിച്ച് പറയാനുണ്ടാവും. അപ്പൊ രണ്ടുപേര് സംസാരിക്കാനിരിക്കാൻ, അപ്പൊ രണ്ടുപേര് സംസാരിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ഇമേജ് ആയിരിക്കും. അല്ലാതെ ഈ കണ്ട ഇമേജ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യം പറയാനുണ്ടാവും. അപ്പൊ രണ്ടുപേര് സംസാരിക്കുന്നത് റിയാലിറ്റി അല്ല എന്നും അയാളുടെ ഇമേജിനെ കുറിച്ചാണ് അയാൾ പറയുന്നത് എന്നും നമ്മൾ തിരിച്ചറിയാം. അപ്പോ നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കാറുണ്ട്, 2 പേര് കൂടിയാൽ മൂന്നാമതൊരാളെ പറ്റി പറയും. കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ 2 ആള് പറയുന്നത് എങ്ങനെയായാലും ഈ ആൾ പറയുന്നത് ഇയാളുടെ ഇമേജിനെ കുറിച്ചാണ്. ഇയാൾ പറഞ്ഞ അയാളെ ഇമേജാണ്. ഇയാൾ പറയും ഇയാൾ കേൾക്കും, ഇയാൾ പറയും ഇയാൾ കേൾക്കും. പക്ഷെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവരുടെ ഇമേജിനെ കുറിച്ചാണ് എന്നല്ലാതെ റിയാലിറ്റിയുമായി 100% ബന്ധമുണ്ടാകില്ല. എവിടെയെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമെങ്കിൽ വേറൊരാൾ പറയുന്ന, മറ്റൊരാളെ കുറിച്ച് പറയുന്ന നെഗറ്റീവായ വാക്കുകൾക്ക് നമ്മൾ ഇത്തിരി പോലും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു റിയാലിറ്റി കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു റിയാലിറ്റി സത്യമാണ്. അപ്പോ ഏതൊരാളും പറയുന്നത് എന്തേ ഉള്ളൂ അയാളുടെ കാഴ്ചപ്പാട്, അയാൾ എന്തൊക്കെയാണോ കണ്ടത്. എന്താണ് ഫിൽറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ, അത് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഭാഗമായിട്ട് വരാം. അപ്പൊ എന്നാലും നമ്മൾ പറയാം എന്റെ വാല്യൂസ്, ഞാൻ കണ്ടെത്തിയ കുറെ വാല്യൂ ഉണ്ട്, അത് ബേസ് ചെയ്ത് ഞാൻ പറയാം. അപ്പോ ആ മൂല്യങ്ങൾ അത് എന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ ഓരോ ആളുകളും വയനാടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീലിംഗ് അതിലുണ്ടെന്നും നിങ്ങളുടെ മേഖല എന്തെന്നും നിങ്ങളുടെ വാല്യൂസ് എന്തെന്നും ഒക്കെ ആ ഒരു ഒറ്റ സെന്റൻസിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊന്നും കൂടെ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന, നമുക്ക് ഫീൽ ചെയ്ത ഒരു അനുഭവം ഉണ്ട്, ആത്മനിഷ്ഠമായ അനുഭവം എന്ന് പറയും. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാം. കുറേ റിയാലിറ്റി ആ ഇൻസിഡന്റുമായി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഹേർട്ട് ചെയ്ത, നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട കാര്യം മാത്രമേ പറയാവൂ. എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന് കരുതി നമ്മൾ അങ്ങനെ സംസാരിക്കൂല. ആരും സംസാരിക്കൂല. എന്തെങ്കിലുമൊക്കെ പറയാം. അത് സമയം പോകാൻ വേണ്ടി അധ്യാപകർ ചെയ്യുന്ന പണിയാന്ന് പറയാം. അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഏറ്റവും ഇന്റിമേസി തോന്നുന്ന, അടുപ്പം തോന്നുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഫീലിംഗ് തോന്നിയ മേഖലയെ നമ്മൾ സംസാരിക്കും. അപ്പോ അത് മാത്രമല്ല ആ ഇൻസിഡന്റ് എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഇൻസിഡന്റ് ഉണ്ട്. അപ്പോ നമ്മൾ കണ്ട ആ ഒരു വയനാട് ദുരന്തത്തെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അതിൽപ്പെട്ട ഓരോ ആൾക്കാരും, അതിൽ പെടുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലൂടെ വെള്ളം ഒഴുകിപ്പോയപ്പോ അത് മാത്രമല്ലല്ലോ അവിടെ ബാധിക്കുന്നത്. അവിടേക്ക് കച്ചവടവുമായി വരുന്ന ആളുകളുണ്ടാവും, അവിടേക്ക് സാധനങ്ങളുമായി വന്ന ആളുകളാണ്. ഇവർക്ക് കൊടുത്ത ബാങ്കുകൾ, പണം കൊടുത്ത ബാങ്കുകൾ മാത്രമല്ല, വേറെ എത്രയോ മനുഷ്യരുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇനി നമ്മളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ അകന്ന ബന്ധുക്കൾ ഉണ്ടാവാം. അങ്ങനെ പോകുമ്പോൾ ആ ഒരു ഇൻസിഡന്റ് വെള്ളം ഒഴുകിപ്പോയ അവിടേക്ക് മാത്രമുള്ളതല്ലല്ലോ, പിന്നെയും എത്രയോ ആളുകളത് ബാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോ എത്ര ആളെ ബാധിച്ചാലും ശരി, നമുക്ക് നമുക്കൊരു ബന്ധം തോന്നിയിട്ടുണ്ടാവും. ആ ബന്ധപ്പെട്ട കാര്യവുമായിട്ടാണ് നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ സബ്ജക്റ്റീവായ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആ സബ്ജക്റ്റിനെ മനസ്സിലാക്കുകയും മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോ ഏതൊരാൾക്കും രണ്ടാളുകളുണ്ട്, പക്ഷെ ഒരേ സംഭവം ഒരുപോലെ അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് എത്ര കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഒരേപോലെ അനുഭവിക്കാൻ കഴിയില്ല. അതിന്റെ ഇന്റൻസിറ്റി, തീവ്രത വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഓരോ ആളുകൾക്കും. ഒരേ അനുഭവം ഒരേപോലെ ഒരാൾക്കും അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ്. അപ്പൊ അധ്യാപകനായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്റെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. അധ്യാപകനായി ഞാൻ ഒരു പ്രാവശ്യമാണ് ക്ലാസ് എടുക്കുന്നത്. 40 കുട്ടികൾക്കും ഒരുപോലെ കേൾക്കാൻ, ഒരുപോലെ ശ്രദ്ധിക്കാൻ, ഒരുപോലെ മനസ്സിലാക്കാൻ, ഒരുപോലെ തിരിച്ചു ഉത്തരം തരാൻ കഴിയില്ല. പിന്നെ എന്തിനാ പിന്നിൽ പഠിക്കാൻ ഇത്തിരി പ്രയാസമുള്ള കുട്ടിയെ നമ്മൾ എന്തിനാ വഴക്ക് പറഞ്ഞ്? അതൊന്നും കഥയിൽ ചോദ്യമല്ല. അപ്പൊ ഇതാണ് റിയാലിറ്റി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അറിയാതെ നമ്മുടെ പഠിക്കാൻ കഴിയാത്ത കുഞ്ഞിനെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും. ഇന്ന് ഞങ്ങൾ സ്കൂളില്
ഗ്രൂപ്പ് തിരിക്കേണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ട് ആളുകളെ തിരിച്ച് ഓരോ കുട്ടിക്കും ഓരോ ഗ്രൂപ്പായി മാറി. അപ്പോ ഒരു കുട്ടി തന്നെ 2-3 കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ എന്റെ ഗ്രൂപ്പിൽ, സാറിന്റെ ഗ്രൂപ്പിൽ ഞാൻ വരാം, അവിടുന്ന് വേറെ കുട്ടിനെ അങ്ങോട്ട് വിട്ടോളൂ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടിയല്ല, ഒരുപാട് കുട്ടികൾ അങ്ങനെ വന്ന് പറയുമ്പോ നമുക്കറിയാതെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ആ കേൾക്കുന്ന അധ്യാപകർക്കും അസ്വസ്ഥ ഉണ്ടായേക്കാം. പക്ഷെ കുട്ടികളെ എങ്ങനെ അങ്ങനെ വന്നു, എങ്ങനെ ഇതേ ഉള്ളൂ. പഠിക്കാൻ കഴിയാത്ത കുഞ്ഞി എന്നൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇത്തിരി ചേർത്ത് നിർത്താൻ കഴിയുന്ന, ഒരിത്തിരി സ്നേഹം കൊടുക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അവരിലേക്ക് അവർ ചേർന്ന് ഒഴുകി വരുന്നു പറയാം. അപ്പോ ഫീലിംഗ് എന്നത് പഠനത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അധ്യാപകനായ ആളുകൾ പറയാനുള്ളത് കൊണ്ട് പറയണേ, ഫീലിങ്ങിനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ മതി, കുട്ടികൾ നമ്മളിലേക്ക് വരും. പാഠം പഠിപ്പിക്കുമ്പോഴും അതൊരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിങ്ങിനെ കൊടുക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നതും കുറെ സംഭവങ്ങൾ പറയുകയാണെങ്കിലും അതിലൊരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് എനിക്ക് പറയാൻ കഴിയുന്നത് എന്റെ ഫീലിംഗ് ആണ്, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് നിങ്ങളുടെ ഫീലിംഗ് ആണ്. എന്നാലും പറയാൻ പരമാവധി നല്ലത് ഫീലിംഗിലൂടെ പറയുകയാണെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാവരെയും നമ്മളിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്നതാണ് അനുബന്ധമായി പറയാനുള്ളത് കേട്ടോ. ഇനി മറ്റൊന്നതിലെ പ്രധാന ആശയം എന്താ വെച്ചാൽ, ഭൂപടം പ്രദേശമല്ല എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും ഫിൽറ്റർ ചെയ്യുന്ന പറയും. എന്തൊക്കെയാണ് ഫിൽറ്റർ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഘടകങ്ങൾ വ്യത്യാസമുണ്ട്. അയാളുടെ വിശ്വാസം ബേസ് ചെയ്തിട്ടാണ് അയാൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുക. കാരണം എനിക്ക് എന്നെ കുറിച്ച് മറ്റുള്ള ഒരാളെ കുറിച്ച് ഒരു വിശ്വാസം ഉണ്ടാവും, ധാരണ ഉണ്ടാവും. ആ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. നേരത്തെ പറഞ്ഞ വാല്യൂ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ഈ ഫിൽറ്റർ നടക്കുക. അതുപോലെ തന്നെ എന്റെ കഴിഞ്ഞ കാലത്തുള്ള കുറെ ഓർമ്മകൾ ഉണ്ടാവും. ആ ഓർമ്മകൾ ബേസ് ചെയ്തിട്ടുമാണ് എന്റെ ഫിൽട്രേഷൻ നടക്കുക. അതുപോലെ ധാരണകൾ, അതുപോലെ തന്നെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയവിനിമയത്തിനുള്ള സൂചനകൾ, ഇതൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു സാധനത്തിന് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സംഭവത്തിന് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിക്കുകയും ഉള്ളിലുള്ള വിഷയത്തെ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഒരാൾ കുഴപ്പം പറയുന്ന ആളാണെങ്കിൽ എനിക്കത് കുഴപ്പമായിട്ടേ കാണാൻ കഴിയുള്ളൂ, എനിക്ക് കുഴപ്പമായിട്ട് പറഞ്ഞു കൊടുക്കാനും കഴിയുള്ളൂ. അപ്പൊ ഈ ആൾക്ക് എന്നെ കുഴപ്പക്കാരനായിട്ട് കാണാനും കഴിയുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു നമ്മൾ അയാളൊരു പാവമായി ഫ്രണ്ടായി കൂട്ടിയിട്ടുണ്ടെങ്കിലും അയാളുടെ ഉള്ളിലുള്ള ഒരു നീച സ്വഭാവത്തെ, നീച വിശ്വാസത്തെ, നീച പ്രവർത്തനങ്ങളെ, ഓർമ്മകളെ ഒക്കെ എന്നിൽ അയാൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് രണ്ടാള് കൂടിയിട്ട് കൂടുന്ന സമയത്ത് അവൻ അപരനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്കേപ്പ് എന്ന് പറയാനുള്ള കാരണം, അവിടുന്ന് രക്ഷപ്പെട്ടോളൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. അയാൾ ഇന്ന് എന്നെ കുറിച്ച് പറയുന്നു, നാളെ അയാൾക്കൊരു സബ്ജക്റ്റ് വേണം, അയാൾ വേറൊരാളെ കുറിച്ചാണ് എന്നോട് പറയുന്നത്, ജസ്റ്റ് ഞാൻ കേൾക്കുന്നു. ഇനി അയാൾ എടുത്തു പോയാൽ അയാളുടെ സബ്ജക്റ്റ് ഞാനാണ്, അപ്പൊ എന്നെ കുറിച്ചാണ് അയാളോട് പറയാനുള്ളത്. ഒരു ധാരണ ഉണ്ടായാൽ മതി. അപ്പൊ വേറെ ആരോടും പറയുന്നില്ല, നിന്നോട് മാത്രം പറയാണ്, നീ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന ആളുകൾ അങ്ങനത്തെ ഒന്നും എന്റെ കയ്യിൽ കൊണ്ടുവരുന്നതല്ല. എന്റെ കയ്യിലൊന്നും നിലനിൽക്കില്ല. ഞാൻ പാവാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോകുള്ളൂ, അതുകൊണ്ട് നിന്നോട് പറയണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതി, പിന്നെ അയാൾ നമ്മളോട് പറയാം. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരാൾ പറയുന്ന ഓരോ വാക്കുകളും ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ്. ഇതിനാണ് ഫിൽട്രേഷൻ എന്ന് പറയും. ഈ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഈ ഇപ്പൊ ലൈവ് ക്ലാസ് ആണ് നോക്കുക, നമ്മളെല്ലാവരും അടുത്തടുത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പേപ്പർ തന്നു, ഒരു ന്യൂസ് തന്നിട്ട് അതൊന്ന് വായിച്ചിട്ട് അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ ആളും ആ ആളും തമ്മിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾ വായിച്ചതായിരിക്കില്ല, അതിന് ഷോർട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അയാൾ കേട്ടു, വായിച്ച ആളെ കയ്യിൽ സാധനം ഉണ്ട്, ആ സാധനം നമ്മൾ തിരിച്ചു വാങ്ങിയിട്ട് കേട്ട ഒരാളോട് മൂന്നാമത്തെ ഒരാളോട് സംസാരിക്കാൻ പറഞ്ഞാൽ, കേട്ടത് മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ ഡെലീഷൻ നടക്കും, ഡിസ്റ്റോർഷൻ നടക്കും, വളച്ചൊടിക്കൽ. ഡെലീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറെ സാധനങ്ങൾ ഈ ആദ്യം പറഞ്ഞ ആൾ കേട്ടതിൽ നിന്ന് കുറെ കാര്യങ്ങൾ അയാൾക്ക് ഒഴിവായിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് ഇന്നിപ്പോ 4ാമത്തെ ക്ലാസ്, ഈ 4 ക്ലാസ്സിലും എന്തേ പറഞ്ഞു ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ടാവുക 4 മണിക്കൂറിന് സാധനം പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവില്ല, എനിക്ക് തന്നെ ഉണ്ടാവില്ല. 4 ദിവസം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ അത് 2 മിനിറ്റ് കൊണ്ട് പറയാനുണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക. ഒരു ദിവസം നമ്മുടെ ക്ലാസ് മിസ്സായി, ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയായ ആണ് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ബയോളജിയാണ്. ഞാൻ ബയോളജി ക്ലാസ്സിലെ ടീച്ചറോട് ചോദിക്കുന്നു, ടീച്ചറെ ഞാൻ ഇന്നലെ വന്നില്ല, എനിക്ക് അതൊന്നും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ കുട്ടികൾക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ക്ലാസ് എടുത്ത ടീച്ചർ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരും. ആ ടീച്ചർ ഞാൻ അത്ര വലിയ ബന്ധം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇന്നലെ എന്റെ വരാൻ ഞാൻ 2 അടി കൊണ്ട് വിടും. കാരണം പറഞ്ഞു തരാൻ മനസ്സിലാകാം. പറഞ്ഞു തരാൻ താല്പര്യമുണ്ടോ
2 മിനിറ്റോട് ഷോർട്ടായിട്ട് പറഞ്ഞത്. അധ്യാപകരായ നിന്നോട് ഇക്കത്തിന് പറയാനുള്ളൂ. ആ പാഠഭാഗത്തെ ഇന്നലെ വരാത്ത കുട്ടികൾ ഇന്ന് വന്ന കുട്ടിക്ക് തന്നെ ഷോർട്ടായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ പഠിച്ച പാഠം തന്നെയാണ്, നിങ്ങൾ സംസാരിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവുക ഈ യെസ്, ഞാൻ എന്തൊരാശയം തന്നാലും അതിൽ കുറേ എണ്ണം നിങ്ങളോട് പറഞ്ഞാൽ തന്നെ നിങ്ങൾ അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ യെസ്, ഞാൻ അതിലേക്ക് എന്തെല്ലാം ചേർക്കും. ഇപ്പൊ രാജു മാഷ് എന്നോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞാൻ എൻ്റെതായ കുറേ വാല്യൂസ് ചേർക്കും, എൻ്റെതായ കുറേ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും. ആ ചേർക്കലിൽ എൻ്റെ പഴയ ഓർമ്മകൾ ഉണ്ടാവും, എൻ്റെ കുറെ വിശ്വാസങ്ങളും വാല്യൂസും അതുപോലെ തന്നെ ധാരണകളും മുൻധാരണകളും ഒക്കെ ഇതിലേക്ക് ചേർന്നിട്ടുണ്ടാവും. അപ്പോ രാജമാഷ് പറഞ്ഞ വാക്കായിരിക്കില്ല ഞാൻ തിരിച്ച് നിങ്ങളോട് പറയുന്നുണ്ടാവും. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നൊരു ധാരണ ഉണ്ടായാൽ മതി. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെയും യെസ് നമ്മൾ വേണ്ട വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ ചതിയിലേക്ക് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും എന്നതാണ് തിരിച്ചറിയേണ്ടത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഏത് സമയത്തും ചോദിക്കാവുന്നതാണ്. ഇനി ഞാൻ കണ്ടതാണ്, ഞാനിപ്പോ ഇന്ന് രാവിലെ കണ്ടത് പുലിയെ തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, പുലിയെ കണ്ടു എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഞാൻ രാവിലെ കണ്ടത് പുലിയെ തന്നെയാണ്, ഞാൻ രാവിലെ വരുമ്പോ അവിടുന്ന് ഞാൻ പുലിനെ കണ്ടു എന്ന ധാരണ നിങ്ങൾ അങ്ങാടി പോയിട്ട് പറഞ്ഞു കൊടുത്തോളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളെ കള്ളനെന്ന് പറയും, അല്ല ഇനി യഥാർത്ഥത്തിൽ കണ്ടത് നിങ്ങൾ തന്നെയാണെങ്കിൽ ഒരു പക്ഷേ ആ കേട്ട ആളുകൾ പിന്നെ പറഞ്ഞ് അടുത്ത ദിവസം വല്ല പത്രക്കാരിൽ വാർത്ത വരികയാണെങ്കിൽ പുലിയെ കണ്ട ആരുടെയോ വിശദീകരണങ്ങൾ അവിടെ ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. സംഭവം കണ്ടത് പുലിയാൻ നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടാവില്ല. പറഞ്ഞു വന്നത് പുലിയെ ആണ് ഞാൻ കാണുന്നതെന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങളൊരു വസ്തുവിനെ കണ്ടാൽ മതി, ആ കണ്ടത് പുലിയായിട്ട് നമുക്ക് തോന്നും. അത് നായയാണെങ്കിൽ പോലും നാൽക്കാലില്ല, അതൊന്നും വേണ്ട. ഞാൻ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർ കാണുന്നത് പ്രേതത്തെ അല്ല, അവർ ചിന്തിക്കുന്നത് പ്രേതത്തെയാണ് എന്നേ ഉള്ളൂ. കാണുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ എന്താ പറയാ വാഴയുടെ ഇല ഇളകുന്നതോ അല്ലെങ്കിൽ അതാണ് എന്തെങ്കിലും ആവാം, വല്ല ഏറ്റു വരുന്നതോ പോകുന്നതൊക്കെ ആയിരിക്കാം. അതൊക്കെ നമുക്ക് എന്ത് തോന്നും, തോന്നിയാൽ യെസ് നമ്മൾ കണ്ടതുപോലെയായിരിക്കും. അപ്പൊ പ്രേതത്തിന്റെ കഥ പറയുന്ന കുറെ ആളുകളുണ്ടാവും. ആ പറയുന്നത് അവരുടെ ചിന്തയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഇതേ കേസിലുള്ള കുറെ ആളുകൾ നമ്മൾ ക്ലയന്റ് ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. അത് അവരുടെ ഫീലിംഗ് ആണ്. അവരുടെ ഫീലിങ്ങിനെ, അവരുടെ ലോകത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കൗൺസിലിംഗ് വരുമ്പോൾ നമുക്ക് ഏറ്റെടുക്കേണ്ട, ബേസിക്കലി നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം ഇതാണ്. ഒരാളൊരു പ്രശ്നം പറയുകയാണെങ്കിൽ അത് അയാളുടെ പ്രശ്നമാണ്, നമ്മുടേതല്ല. ഒരാൾ നമ്മളെ വഴക്ക് പറയുകയാണ്, യെസ് വഴക്ക് പറയുകയാണെങ്കിൽ അത് ആ വഴക്ക് പറയുന്ന ആളുടെ പ്രശ്നമാണ്, നമ്മളെ പ്രശ്നമല്ല. അത് അയാളുടെ കാഴ്ചപ്പാടാണ്, അത് അയാളുടെ തെറ്റായ ചില ധാരണകളാണ് എന്ന ഫീലിംഗ്, അയാളുടെ വിശ്വാസങ്ങളാണ്, അയാളുടെ മൂല്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് അയാൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു, നമ്മളെ ബാധിക്കണേ ഇല്ല. അപ്പൊ സങ്കടമായാലും എന്താണ് ദുഃഖമായാലും അയാളുടെ കോപമായാലും അയാളുടെ ആക്രോശങ്ങളായാലും അതെല്ലാം അയാളുടേതാണ്, നമ്മുടേതല്ല. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ, യെസ് നമ്മൾ സക്സസ് ആയി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തില്ല, മരുന്ന് കഴിക്കേണ്ട ഒരു സാധ്യതയും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ കുറ്റബോധമാവട്ടെ സങ്കടമാവട്ടെ അത് രണ്ടുമുണ്ടെങ്കിൽ യെസ് നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം. അതിന് ഏറ്റവും പരുഷമായത്, ഈ പറയപ്പെട്ടതിന് ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മറ്റൊരാളോട് ചെയ്തു പോയി എന്ന് എനിക്ക് തോന്നുന്ന പ്രശ്നങ്ങളെയാണ് പ്രശ്നമായിട്ട് മാറുക. അതുകൊണ്ട് തന്നെയാണ് ഈ കുംഭസാരത്തിന് വളരെ വാല്യൂ ഉള്ളത്. അതുപോലെ തന്നെയാണ് പിന്നെ ധ്യാന കേന്ദ്രങ്ങൾക്കും ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത് വളരെ വലിയ വാല്യൂ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ നിങ്ങളോട് കുംഭസാരം ചെയ്യാനോ അല്ലെങ്കിൽ ധ്യാനത്തിന് പോവാനോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തൗബ ചെയ്യാനോ അങ്ങനെയൊന്നല്ല ഞാൻ പറയണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലൊരു വേദനയുണ്ട്, ഞാനായി ചെയ്തു പോയ ഒരു തെറ്റിനെ കുറിച്ചുള്ള ചിന്തയുണ്ട് എങ്കിൽ, അത് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ യെസ് ആ മനുഷ്യനെ വിളിച്ചിട്ട്
നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മുടെ ഈ പറയപ്പെട്ട ഹൃദയം കൂളാവും. നമുക്കറിയാം ഹൃദയ അറ്റാക്ക് വന്ന ഇപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോ നമ്മൾ സംസാരിക്കേണ്ട ടോപ്പിക് തന്നെ ആയിരുന്നു സിനിമാ നടൻ നവാസിനെ കുറിച്ച്. പറയേണ്ടതിൽ നമുക്ക് ചെറിയ ചില സിഗ്നലുകൾ തരും ശരീരം. നെഞ്ചുവേദന തോന്നുന്നുണ്ടാവില്ല, ചിലപ്പോൾ കണ്ണിലൊരു ഒരു ഒരു തുളുമ്പൽ അല്ലെ തുള്ളൽ കാണാനുണ്ടാവും. ശരീരത്തിന് ചില ഭാഗങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ജർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. അതൊക്കെ ശരീരം തരുന്ന ചില സിഗ്നലുകളാണ്. ആ സിഗ്നലുകൾ നമ്മൾ അവെയർ ആയാൽ തന്നെ അതിനൊരു പരിഹാരം നമ്മൾ ശരീരത്തിൽ നിർദ്ദേശിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ശരീരത്തിൽ ഈ ഉണ്ടാകുന്ന വേദനയെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, നമ്മുടെ മുന്നിലുള്ള കുറെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ആ കൈ ഞാൻ ഇങ്ങനെ വെക്കുന്നത്, നിങ്ങൾ പ്രശ്നമുള്ള ആളുകൾ പരമാവധി ഇവിടെ കൈവെക്കുന്നത്. കാരണം ഫ്രണ്ടൽ ലോബാണ്, അവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നുണ്ടാവുക, അവിടെയാണ് നമ്മൾ ഇങ്ങനെ ആക്റ്റീവ് ആകുന്നുണ്ടാവുക. അപ്പൊ അവിടെ കുറിച്ച് ചിന്തിച്ചതോടുകൂടെ തകരുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിന് റെസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്തിട്ട് ഇത്തിരി നേരം റിലാക്സ് ചെയ്യും. ആ റിലാക്സ് ചെയ്യുമ്പോഴാണ് ഹൃദയത്തിന് വേണ്ട രക്തം അവിടെ കിട്ടുന്നത്. മറ്റത് ഈ ഹൃദയത്തിന്റെ കുറെ അറകളിലൂടെ രക്തം വരികയും പോവുകയും ചെയ്യുന്നുണ്ടാവും. ഈ ഹൃദയം എന്ന ഈ മെഷീനിലേക്ക് രക്തം വരണമെങ്കിൽ അതൊന്ന് റിലാക്സ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ആ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നന്നാക്കി എടുക്കണം. അവിടെ അത് പരുഷമായ പ്രശ്നമായ ചിന്തകളാണെങ്കിൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പൊ എന്റെ എന്റെ ഹൃദയമേ എന്നൊക്കെ നമ്മൾ വിളിക്കണമെങ്കിൽ കൈ വെച്ചിട്ട് വിളിക്കുക, അതിനോട് ഞാൻ സംസാരിക്കുക. ഞാൻ നിന്നെ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എന്റെ കാലിനെ മുട്ടിനൊക്കെ വേദന വരുന്നത്, എന്റെ ഊരക്ക് വേദന വരുന്നത്, എന്റെ മസിലേക്ക് തലവേദന വരുന്നത്, അല്ലെങ്കിൽ പനി വരുന്നത്. ഞാൻ എന്ന എന്റെ ഉള്ളിലെ വ്യക്തിയെ ഞാൻ ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളിലാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്കിൽ, അതാണ് എന്നെ അലട്ടുന്നത് എങ്കിൽ തിരിച്ചറിയുക, ഞാൻ എന്ന വ്യക്തിക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന്. കാരണം എൻ്റെ മുന്നിൽ ഈ പ്രശ്നങ്ങളാണ് വലുത്, ശരീരം എന്നത് ഇല്ല എങ്കിൽ എനിക്ക് ജീവിക്കാൻ സമയമില്ല, പോകാനേ സമയമുള്ളൂ എന്നാണ്. നമ്മൾ അമിതമായ സങ്കടങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ദേഷ്യം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശരീരത്തിൽ അപ്പോഴേ വേദന വരില്ല തുടങ്ങും. സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഈ പറയപ്പെട്ട ശരീരം വേദന കാണിക്കും. വേദന കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ചിന്തയെ മാറ്റാൻ ശരീരം നിങ്ങളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ടീവ് മൈൻഡാണ്. ആ ചിന്ത വിട്ടേക്കും, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ. അപ്പൊ കാലുവേദന, മുട്ടുവേദന എന്നീ കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ എൻ്റെ കാല് ഇളക്കാൻ വയ്യ, അയ്യോ വേദന സഹിക്കാൻ വയ്യ എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ചിന്തകൾ മാറ്റാൻ ശരീരം കാണിക്കുന്ന ചില സിഗ്നലുകളായിട്ട് ഇതിനെ തിരിച്ചറിയുക. അല്ലെങ്കിൽ ഈ വാക്കിനെ, ഇന്നത്തെ ക്ലാസ്സിനെ തിരിച്ചറിഞ്ഞ മാപ്പ് എന്നത് ടെറിട്ടറി അല്ല, മാപ്പ് എന്നത് ചിത്രം മാത്രമാണ്. ഞാൻ കാണുന്നതും ചിത്രം മാത്രമാണ്. പ്രശ്നത്തിനെ മാറ്റിവെക്കാൻ ആ ചിത്രത്തെ മാറ്റിവെച്ചാൽ മതി എന്ന് തിരിച്ചറിയുക. സമയം 9:30 എത്തിയിരിക്കുന്നു. നിർത്തിക്കോട്ടെ. നാളെ അല്ല, ഇനി തിങ്കളാഴ്ച ബാക്കി പറയാമെന്ന പ്രതീക്ഷയോടുകൂടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു.